മോഹൻ വർഗീസ് അന്താരാഷ്ട്ര വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തി എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഇസ്രയേൽ. എന്താണ് ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള സാഹചര്യം? ഒപ്പം തന്നെ ഹൂതികൾക്കുള്ള വലിയ മുന്നറിയിപ്പുകളുമുണ്ട് ഈ വാക്ക്. ഇസ്രയേലിന്റെ പരസ്യ പ്രസ്താവന എന്ന് പറയുന്നത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. സാധാരണ ഇസ്രയേൽ നടത്തുന്ന, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് നടത്തുന്ന ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് അത് സാധാരണഗതിയിൽ ഇസ്രയേൽ അക്നോളജ് ചെയ്യാറില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് സ്വരൂപിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ IDF-ന്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഗറില്ല ഫോഴ്സസ് എന്തെങ്കിലും ആയിരിക്കും നടത്തിയതെന്ന് അറിയാം. പക്ഷെ പരസ്യമായി പറയുന്നതിന്റെ പിന്നിൽ വ്യക്തമായ സൂചന, താക്കീത് നൽകുകയാണ്. ചുറ്റുപാടുമുള്ള ഇറാനിയൻ പ്രോക്സികൾക്ക് അതിശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങൾ ലോകത്തിന്റെ ഏതറ്റത്ത് ചെന്നും നിങ്ങളെ ആക്രമിക്കും. ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന മിലിഷ്യകളെ, അവരുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്യും എന്ന് പരസ്യമായി പറയാനുള്ള ഒരു സൂചകമായി വേണമെങ്കിൽ ഇതിനെ കാണാം. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹാനിയ വധിക്കപ്പെട്ടത് ടെഹ്റാനിൽ വെച്ചാണ്. ടെഹ്റാനിൽ വളരെ സുരക്ഷിതമായി കഴിഞ്ഞുകൂടിയിരുന്ന ഇസ്മായിൽ ഹാനിയയെ ടെഹ്റാന്റെ മണ്ണിൽ, ഇറാന്റെ മണ്ണിൽ കടന്നു കയറി എല്ലാ സുരക്ഷാ കവചവും ഭേദിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇറാനിൽ നിന്നും പിന്തുണ ലഭിച്ചു. അപ്പൊ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാന്റെ സൈനിക സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അവിടെ നിന്നും ആഭ്യന്തരമായി സഹായം ലഭിച്ചാലല്ലാതെ ഇസ്രയേൽ ഏകപക്ഷീയമായി അവിടെ കടന്നു ചെന്ന് ആക്രമണം നടത്താനാവില്ല. അതുകൊണ്ടാണ് ഏത് രാജ്യമാണോ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, ഏത് മിലിഷ്യകളാണോ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, അവർക്ക് ആര് അഭയം കൊടുത്താലും ഏത് മാളത്തിൽ ഒളിച്ചാലും ശരി, ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ അവരെ തേടിയെത്തും. അത് പൊതുവെ അക്നോളജ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ അക്നോളജ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഈ യുദ്ധം ഒരു യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ, ഒന്ന് ഹൂതികൾക്കെതിരെ യമനിൽ, മറ്റേത് ഹമാസിനെതിരെ പലസ്തീൻ മണ്ണിൽ അല്ലെങ്കിൽ ഗാസയിൽ, അതുപോലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ, ഷിയ മിലിഷ്യകൾക്കെതിരെ ഇറാഖിലും സിറിയയിലും. ഈ സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പിന്നിൽ പോലും യഥാർത്ഥത്തിൽ ഒക്ടോബർ 7-ന്റെ ബാക്കിപത്രമാണ് യഥാർത്ഥത്തിൽ ബാഷർ അൽ അസദിന്റെ പതനം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏറ്റവും അധികം സുരക്ഷാ കവചം ഒരുക്കുന്ന ഇസ്രയേലിനെ നമ്മൾ കാണുന്നു. അയൺ ഡോം എന്നത് കേവലം ഒരു ലെവൽ മാത്രമാണ്. ഈ പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ സൈനിക നിഘണ്ടുവിൽ വലിയ സ്ഥാനമുള്ള ഒരു വാക്കാണ്. പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പ്രീ എംപ്റ്റീവ് സ്ട്രൈക്സ് ആണ്. അതുപോലെ ശത്രു സൈന്യത്തിന്റെ നേതാക്കളെ, തലവന്മാരെ, തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ആ സൈന്യങ്ങളുടെ മൊറാൽ അല്ലെങ്കിൽ ആത്മവീര്യം പരമാവധി നഷ്ടപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ നടപടിയാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് പരസ്യമായി ഇസ്രയേലിന്റെ ഭാഗത്ത് ഇങ്ങനെയൊരു പ്രസ്താവന വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ നന്ദി മോഹൻ വർഗീസ് പ്രതികരിച്ചത്.